السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. عن أبي قتادة بن ربيعي أخبره قال رسول الله صلى الله عليه وسلم: قال الله تعالى: إني فرضت علي أمتك 5 صلوات وعهدت عندي عهدا أنه من جاء يحافظ عليهن لوقتهن أدخلته الجنة ومن لم يحافظ عليهن فلا عهد له عندي. رواه أبو داود. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അല്ലാഹു തആല പറയുന്നു, നിന്റെ ജനതയ്ക്ക് 5 നേരത്തെ നമസ്കാരം ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു. ആരെങ്കിലും സമയത്തിന് പതിവായി അത് നിർവഹിക്കാൻ ശ്രദ്ധിച്ചാൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. എന്നാൽ ആ നമസ്കാരങ്ങൾ പതിവായി നിർവഹിക്കാൻ ശ്രദ്ധിക്കാത്തവന് എൻ്റെ അടുക്കൽ അത്തരത്തിലുള്ള യാതൊരു ഉറപ്പുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായ നമുക്ക് നിർബന്ധമാക്കിയ നമസ്കാരം വളരെയധികം ഗൗരവമേറിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൂക്ഷിക്കണമെന്നും കൃത്യമായി നിർവഹിക്കണമെന്നും നമ്മോട് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി: അബ്ശിറൂ ഹാദാ റബ്ബുക്കും ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാ. ഇത്തരത്തിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ ഒരു കവാടം തുറന്നിടുന്നതാണ്. വയുബാഹി ബിക്കുമുൽ മലായിക. എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി പറയുന്നതാണ്. നമ്മൾ ഓരോ നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോഴും അത്തരത്തിൽ അല്ലാഹു മലക്കുകളോട് നമ്മെപ്പറ്റി അഭിമാനം പറയുന്ന തരത്തിലാണോ നമസ്കാരം പൂർത്തിയാക്കുന്നത് എന്ന് വളരെയധികം ശ്രദ്ധിക്കണം. മുഅ്മിനീങ്ങളുടെ സിഫത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി എണ്ണിപ്പറയുന്നത് അവരവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് എന്നാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയം വരിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു അതിനുശേഷം എണ്ണിപ്പറയുന്നുണ്ട്. അതിലാദ്യമായി പറയുന്നത് ആ നമസ്കാരത്തിൽ ഖുശൂഉള്ളവരായിരിക്കും, ഭയഭക്തിയുള്ളവരായിരിക്കും എന്നതാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം നിർവഹിക്കേണ്ടത് നമുക്ക് നമ്മുടെ ഒഴിവിനനുസരിച്ച് അല്ല, മറിച്ച് അല്ലാഹു നമസ്കാരം നിർബന്ധമാക്കിയപ്പോൾ പറഞ്ഞത് കിതാബൻ മൗഖൂത. അത് സമയബന്ധിതമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞ സമയം എപ്പോഴാണോ ആ സമയത്ത് മറ്റുള്ള തിരക്കുകളെല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായി നമസ്കാരത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ഒരു മുഅ്മിനിന് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല കൽപ്പിച്ചതുപോലെ ഒരാൾ ശരിയായ രീതിയിൽ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ആ നമസ്കാരം കാരണമായി അവൻ എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും ആ നമസ്കാരം അവനെ തടയുന്നതാണ്. നമസ്കാരം ശരിയായ രൂപത്തിൽ നിർവഹിക്കുകയാണെങ്കിൽ അവൻ എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും ആ നമസ്കാരം അവനെ അതിൽ നിന്ന് മെല്ലെ മെല്ലെയാണെങ്കിലും തടയുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തുവാനും നമസ്കാരം സമയബന്ധിതമായി ജമാഅത്തായി മരണം വരെയും നിലനിർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൽ അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള അമലുകൾ ചെയ്യുവാനും അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.